ചെറിയൊരു ചൂട് സഹിക്കാൻ കഴിയാത്തവരല്ലേ നമ്മള്. നരകത്തിന്റെ വിഷയങ്ങൾ പറയുമ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് നരകം വീണ്ടും വീണ്ടും ചോദിക്കൂലേ അല്ലാഹുവിനോട്, റബ്ബേ ഇനിയും എനിക്ക് തരാനുണ്ടോ? ദോഷികളെ മുഴുവനും നരകത്തിലേക്ക് ഇട്ടിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹലിം തലഅതി, നിറഞ്ഞോ നരകമേ, നിനക്ക് നിറഞ്ഞോ? നരകം ചോദിക്കുന്നത് ഹൽമിം മസീദ്, ഇനിയും തരാനുണ്ടോ? ഇനിയും കൂടുതലായി തരാനുണ്ടെങ്കിൽ താ റബ്ബേ. ആ നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ ഒറ്റ മെമ്പർമാരിൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടാകരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിലരെ പറ്റിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തീർത്തു പറഞ്ഞിട്ടുണ്ട്. നഊദു ബില്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ നരകത്തിലേക്ക് പോകുന്ന ഒറ്റ അടയാളവും നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. ചുരുങ്ങിയ ആയുഷ്കാലം അല്ലാഹു തന്ന ആയുസ് അധ്വാനിച്ചുകൊണ്ട് നന്ദിയോടെ ജീവിച്ച് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് സ്വർഗത്തിലെത്തണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. നരകക്കാരിൽ ഒരൊറ്റ വിഭാഗത്തിലും അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരൊക്കെ എത്രമാത്രം ഗൗരവതരമുള്ളതാണ്. നരകത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടുന്ന നേരത്ത് മനുഷ്യന്മാരൊക്കെ പേടിച്ചെങ്കിൽ, നരകത്തെ കാണിച്ച് റെഡിയായിട്ട് ലൈവായിട്ട് കാണിച്ചിട്ട് മാലിക് അലൈഹിസ്സലാമിന്റെ നൃത്തം കണ്ടിട്ട് ഒരു സമയം പേടിച്ചു നിന്നുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ല ജിബ്രീൽ, ഈ നിൽക്കുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ തങ്ങൾ സലാം പറഞ്ഞോ? ഞാൻ സലാം പറഞ്ഞു. സലാം മടക്കിയോ? സലാം മടക്കി. തങ്ങളൊന്ന് ചിരിച്ചോ? ആരോടും പുഞ്ചിരിയോടെ നോക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊന്ന് ചിരിച്ചു, പക്ഷേ തിരിച്ചെനിക്ക് ചിരി കിട്ടിയില്ല. തങ്ങളോട് ചിരിച്ചില്ലെങ്കിൽ ലാ യൽഹഖു ഇലാ അഹദിൻ അബദാ, ഇനി ലോകത്തൊരാടോടും ഒരു കാലത്തും ചിരിക്കൂല. തങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടായിട്ടല്ല നബിയെ ചിരിക്കാത്തത്. കാവൽ നിൽക്കുന്നത് നരകത്തിനായതുകൊണ്ടാണ്. ചിരി അറിയൂല. കാവൽ നിൽക്കുന്നത് നരകത്തിനല്ലയോ? ഇവിടെ തന്നെ ഒരു 50 കോടിയുടെ കച്ചവട സ്ഥാപനത്തിന് കാവൽ നിൽക്കുന്ന ആൾക്ക് എവിടുന്നെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ എന്തൊരു ദേഷ്യമാണ്, എന്തൊരു ഈർഷ്യതയാണ്. ആരെങ്കിലും തസ്കരന്മാര് വന്നാൽ എന്തൊരു രോഷത്തോടെയാണ് അയാൾ നോക്കുന്നത്. കോടിക്കണക്കിന് ആളുകളെ കൊണ്ടുപോയി വലിച്ചെറിയാനുള്ള നരകലോകം. ആ ലോകത്തിന് കാവൽ നിൽക്കുന്ന മാലിക്കിന് ഒരു ദാക്ഷിണ്യവും ഒരു ദയവും ഉണ്ടാകൂല. മാലിക് അലൈഹിസ്സലാമിന്റെ നൃത്തം കണ്ട് പേടിച്ചു പോയെങ്കിൽ സഹോദരങ്ങളെ, ആ നരകം ആളുകളുടെ ഇടയിലേക്ക് നരകത്തെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ബോധ്യപ്പെടുത്തുന്ന ശബ്ദമാണ് ഖാലൂ അലം യഅതികും നദീർ. കാവൽക്കാര് ചോദിക്കുന്നത്, നരകം കാക്കുന്ന മലക്കുകൾ ചോദിക്കുന്നത്, ശരിയല്ലയോ, നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി നന്നായി ജീവിക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ടില്ലേ? മുന്നറിയിപ്പുകാര് വന്നിട്ടില്ലേ? ഉത്ബോധനങ്ങൾ കിട്ടിയിട്ടില്ലേ? ഉണ്ട്. പക്ഷേ ഫകദ്ദബ്നാ, ഞങ്ങളത് നിരാകരിച്ചു, ഞങ്ങൾ തള്ളിക്കളഞ്ഞു, ഞങ്ങൾ കളവാക്കിപ്പോയി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, ഞങ്ങൾ പറഞ്ഞു പോയി അല്ലാഹു അങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല, അതൊക്കെ ഇവരുടെ വകയാണ്. സ്ട്രോങ് കൂട്ടി പറയുകയാണ്, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഞങ്ങളെ ഉത്ബോധിപ്പിച്ചവരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങളാണിപ്പോ സത്യത്തിൽ നിന്ന് വിദൂരത്തുള്ളത്. ളലാലിൻ കബീർ, നിങ്ങൾ വല്ലാതെ വഴി പിഴച്ചു പോയിട്ടുണ്ട് എന്ന് ഞങ്ങളെ ഉത്ബോധിപ്പിച്ച ആളുകളോട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതേ സമയത്ത് വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ആ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ പറയും, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, ഉപദേശങ്ങൾ നമ്മൾ നന്നായി ശ്രവിച്ചു
അനുഭവിച്ചിരുന്നുവെങ്കിൽ, ഔ നാഖിലു അത് ബുദ്ധിയോടെ ചിന്തിച്ച് ജീവിതത്തിൽ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ നരകക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ചേരൂലായിരുന്നല്ലോ. നമുക്ക് സ്വർഗത്തിൽ പോകുന്നവരോടൊപ്പം പോകാമായിരുന്നു. പറഞ്ഞത് നമ്മൾ കേട്ടില്ല, നമ്മൾ സ്വീകരിച്ചില്ല. നമ്മൾ ഇങ്ങനെ വിശ്വാസങ്ങളും കർമ്മങ്ങളും നന്നാക്കാതെ ജീവിച്ചു പോയി. ഫഅതറഫൂ ബിദംബിഹിം അല്ലാഹു പറഞ്ഞത് കണ്ടോ, കുറ്റസമ്മതം നടത്തിപ്പോയി. നരകത്തിൽ പോകുന്നവര് അവരവർ ചെയ്ത പാപങ്ങളും കുറ്റങ്ങളും സമ്മതിച്ചു. ഫസുഹഖൻ ലിഅസ്ഹാബിസ് സഈർ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മലക്കുകളുടെ ഭാഗത്തു നിന്നൊരു പ്രാർത്ഥന, സുഹഖൻ ദൂരം തന്നെ, വിദൂരം തന്നെ, ലിഅസ്ഹാബിസ് സഈർ നരകത്തിൽ പോയി കിടക്കുന്ന ആളുകൾക്ക് വിദൂരം തന്നെ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവര് വളരെ വിദൂരത്തിലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിന്റെ ഒരു ചെറിയ ചിത്രം തബാറക സൂറത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതാണ്. നരകത്തിൽ പോകുന്ന ഒരു മെമ്പർമാരും നമ്മൾ ഒരിക്കലും പെടാൻ പാടില്ല. നല്ലോണം ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാകണം. ചെയ്യാൻ പറ്റുന്ന സുഹൃതങ്ങളൊക്കെ ദുനിയാവിൽ ചെയ്യണം. അള്ളാഹു തന്ന കുറഞ്ഞ ആയുസ്സിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു എന്ന് ജനങ്ങൾ പറയാനല്ല, അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയിട്ട് കണ്ടിട്ട് സന്തോഷിക്കാനാണ്. നല്ല അമലുകളായിട്ട് ഏതെല്ലാം നമ്മുടെ ദീന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ അതിലൊക്കെ നമുക്ക് സന്തോഷത്തോടെ മെമ്പർഷിപ്പ് വേണം. നമുക്കതിലൊക്കെ ഭാഗവാക്കാക്കാൻ കഴിയണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദ്വാരക്കാണ് എല്ലാവരും എണീറ്റ് രണ്ടുപേരി മദ്ഹ് ചൊല്ലി ഇൻഷാ അല്ലാഹ്. ദ്വാരക്ക്